പ്രവാസികളടക്കമുള്ളവർക്ക് മുന്നറിയിപ്പ്. 2 ദിവസം പുറത്തിറങ്ങുന്നവർക്ക് സുപ്രധാന അറിയിപ്പുണ്ട്. യുഎയിലെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നേരിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. ഇന്നും നാളെയും യുഎയിലെ വിവിധ എമിറേറ്റിൽ മഴയുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ചില തീരദേശ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളെ ഭാഗമായി മേഘാവൃതമായ അന്തരീക്ഷം മൂടുമെന്നും ഇന്ന് മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നത്. ഫെബ്രുവരി 2 ഞായറാഴ്ച ചില പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ രാത്രിയിൽ ഈർപ്പമുള്ള അവസ്ഥ പ്രതീക്ഷിക്കുകയാണ്. തീരദേശ പ്രദേശങ്ങളിലെയും ദ്വീപ് പ്രദേശങ്ങളിലെയും ഉയർന്ന താപനില 22 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിനും താഴ്ന്ന താപനില 13 മുതൽ 18 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീരപ്രദേശങ്ങളിലും ദ്വീപ് മേഖലകളിലും മണിക്കൂറിൽ 35 കിലോമീറ്റർ വേഗതയിലും പർവ്വത പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. മഴ നനഞ്ഞ റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ തെന്നിമാറാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ വേണമെന്ന് പോലീസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴ, മഞ്ഞ്, പൊടിക്കാറ്റ് തുടങ്ങി അസ്ഥിര കാലാവസ്ഥയിൽ അബുദാബി എമിറേറ്റിലെ വേഗപരിധി മണിക്കൂറിൽ 80 കിലോമീറ്ററായി കുറയുമെന്നും ഓർമ്മപ്പെടുത്തി. അമിത വേഗം കുറയ്ക്കുക, വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കുക, പെട്ടെന്ന് ലെയിൻ മാറാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. യുഎഇയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില അൽ ഐനിലെ റക്നയിൽ 6.1 ഡിഗ്രി രേഖപ്പെടുത്തി. കൂടിയ താപനില റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളത്തിൽ 27 ഡിഗ്രിയാണ്. മണിക്കൂറിൽ 10 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. അറേബ്യൻ കടൽ പ്രക്ഷുബ്ധമായതിനാൽ കടലിലിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം യുഎഇയിൽ ഇതോടെ താപനില കുറയുകയാണ്. ജബൽ ജെയ്സിൽ മഞ്ഞു വീഴുന്ന വീഡിയോ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അലൈനിലെ രക്ന പ്രദേശത്തും താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ഞുവീഴ്ച കാണാനും ആസ്വദിക്കാനുമായി യുഎഇയിലെ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അലൈനിലെ രക്നയിലെത്തുന്നവരും നിരവധിയാണ്. ദുബായിലെ സുഖീം, ജുമൈറ, അൽസഫ, അൽ ജതഫ് മേഖലകളിൽ വെള്ളിയാഴ്ച രാവിലെ മഴ പെയ്തിരുന്നു. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, ഷാർജയിലെ സുഹൈല, ഉമുൽ ഖുവൈൻ എന്നിവിടങ്ങളിലും മഴ ലഭിച്ചു. ശനിയാഴ്ച വരെ രാജ്യത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താപനില ഇതോടെ കുറയുകയാണ്. ഉൾപ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അറബിക്കടൽ പ്രക്ഷുബ്ധമായിരിക്കും. മണിക്കൂറിൽ 15 മുതൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞയാഴ്ച അവസാനത്തോടെ ഉൾപ്രദേശങ്ങളിലെ പരമാവധി താപനില 24 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. എന്നാൽ അടുത്ത 2 ദിവസങ്ങളിൽ പകൽ താപനില 28 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരും. വാരാന്ത്യത്തിൽ യുഎഇയുടെ പല പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്തിരുന്നു. അന്തരീക്ഷ മർദ്ദം മാറുന്നതിനാലാണ് യുഎഇയിലെ ശീതകാല താപനിലയിൽ മാറ്റമുണ്ടാകുന്നതെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പിലെ വിദഗ്ധൻ ഡോക്ടർ അഹമ്മദ് ഹബീബ് വിശദീകരിച്ചു. തെക്ക് കിഴക്കൻ കാറ്റിന്റെ സാന്നിധ്യം മൂലമാണ് താപനിലയിൽ ക്രമാനുഗതമായ വർധനവ് അനുഭവപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.